എൻ്റെ പേര് ലതകുമാരി. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. അതിന് അമ്മയ്ക്കും തിരുകുമാരനും ഒരു കോടി നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. ആദ്യമായി ഞാൻ എൻ്റെ മകളുടെ വിവാഹ കാര്യമാണ് പറയുന്നത്. അവൾക്ക് പഠിച്ചുകൊണ്ട് ബികോം ലാസ്റ്റ് എക്സാം 6 സെമ്മിൻ്റെ എക്സാം തുടങ്ങിയപ്പോഴാണ് ഒരു വിവാഹം വന്നത്. അപ്പോൾ അവൾ പറഞ്ഞു ഇനി ഇപ്പോൾ എന്തായാലും വിവാഹം വേണ്ട എന്ന് പറഞ്ഞിട്ട്, പിന്നെ അവർ വന്ന് പെണ്ണ് കണ്ടിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ മകൾക്ക് ഇത് സന്തോഷമുള്ള ഒരു ജീവിതമാണെങ്കിൽ മാത്രമേ അമ്മ ഇത് നടത്തി തരാവൂ, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് പോവാവൂ എന്ന്. അവർ വന്ന് ഒരു മെയ് 1 വന്ന് പെണ്ണ് കണ്ടു. മെയ് 12 തന്നെ എൻഗേജ്മെൻറ്റും നടന്നു. 6 മാസം കല്യാണത്തിന് സമയമുണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ അധികം കാശൊന്നും വച്ചിട്ടില്ലായിരുന്നു കല്യാണത്തിന്. അത് ഞങ്ങൾക്കൊരു 5 സെൻറ്റ് വസ്തു ഉണ്ടായിരുന്നു. അത് വിൽക്കാൻ അതും പ്രമാണം ബാങ്കിലാണ് ഇരുന്നത്. അത് വിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ 8 വർഷമായിട്ടും നടക്കാതിരുന്നത് ഞാൻ ഇവിടുത്തെ ഉടമ്പടി എടുത്ത ഒപ്പ് കൊണ്ടുവന്ന് വിശ്വാസപ്രമാണം പറഞ്ഞ് അവിടെ വസ്തുവിൽ കൊണ്ട് ഇടുകയും 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് ആ വസ്തു നോക്കുകയും അവർക്കിഷ്ടപ്പെട്ട് അവർ വില ഉറപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പ്രമാണം എല്ലാം ബാങ്കിൽ നിന്നെടുത്ത് ആകെ 4 ലക്ഷം രൂപയും കൊണ്ടാണ് ഞങ്ങൾ വിവാഹത്തിനിറങ്ങിയത്. അവൾക്ക് അവിടെ സ്ത്രീധനമൊന്നും ചോദിച്ചില്ലായിരുന്നു അവർ. എന്നാലും ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു മകൾക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ നല്ല രീതിയിൽ അമ്മ എനിക്ക് കല്യാണത്തിന് നല്ല രീതിയിൽ നടത്തുവാനും ഞങ്ങൾ വിചാരിച്ചതിൽ നിന്ന് അവൾക്ക് എല്ലാം കൊടുക്കുവാനും നല്ല രീതിയിലൊരു കല്യാണം നടത്തുവാനും എല്ലാവരും എന്നോട് വന്ന് പറയുകയും ചെയ്തു. നല്ല രീതിയിൽ നീ വിചാരിച്ചതിൽ നിന്ന് നല്ലതായിട്ട് നടന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ വിവാഹം സംബന്ധിച്ച് എനിക്ക് 1 രൂപ പോലും പലിശ കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് അമ്മ എന്നെ കൂടെ നിന്ന് ഒരു അമ്മ മകളുടെ വിവാഹത്തിന് എങ്ങനെയാണോ വന്ന് നിൽക്കുന്നത് അതുപോലെ തന്നെ വന്ന് നിന്ന് എൻ്റെ മകളുടെ കല്യാണം അമ്മ നടത്തി തരണമെന്ന്. കല്യാണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ഈ സെക്കൻഡ് വരെ 1 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് 1 രൂപ പോലും പലിശ കൊടുത്തിട്ടില്ല. ഞങ്ങളിൽ എല്ലാം നല്ല സന്തോഷമായിട്ട് ഒരു കടമോ ഒന്നുമില്ലാതെ തന്നെയാണ് മോളുടെ കല്യാണം നടന്നത്. രണ്ടാമതായി ഞാൻ എൻ്റെ വീട്ടിനകത്ത് നിൽക്കുമ്പോൾ ഒരു പാമ്പ് 8 അടി വീരൻ്റെ പുറത്ത് ചവിട്ടി നിൽക്കുക. അറിഞ്ഞില്ലായിരുന്നു പാമ്പിൻ്റെ പുറത്താണ് നിൽക്കണേന്ന്. എന്താണ് ഇത് കിടക്കുന്നതെന്ന് നമ്മൾ തറയിൽ നോക്കിയപ്പോഴാണ് അറിയുന്നത് പിന്നെ അത് പാമ്പായിരുന്നു എന്ന്. പെട്ടെന്ന് തന്നെ എടുത്ത് മാറി പെട്ടെന്ന് ആ കാലുകൊണ്ട് തന്നെയാണ് ഞാൻ ചവിട്ടി എറിഞ്ഞത്. പക്ഷെ എന്നെ കടിച്ചില്ല പാമ്പ്. അപ്പോഴും ഞാൻ വിചാരിച്ചു അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന്. അതിൻ്റെ 3-ൻ്റെ അന്ന് പിന്നെയും എൻ്റെ ഹസ്ബൻഡും ഇതുപോലെ തന്നെയാണ് ഒരു ചെറിയൊരു ഇടവഴിയിൽ നിന്ന് പോകുമ്പോഴത്തേക്കും പാമ്പിൽ ചവിട്ടുകയും, പക്ഷേ അദ്ദേഹത്തിനെയും കടിച്ചില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു എന്തായാലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ തന്നെ അമ്മ ഉണ്ട് കാവലായി എന്ന്. രണ്ടാമത് എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഉടമ്പടി എടുത്ത കാശ് രൂപം കൊണ്ടാണ് ഞാൻ ആ എക്സാമിന് പോയത്. എക്സാമിന് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴും നോക്കിയപ്പോൾ എൻ്റെ ഉടമ്പടി കാശ് രൂപം കണ്ടില്ല. ഞാൻ തിരിച്ച് ഉടഞ്ഞതിന് കുറച്ച് ദൂരമാണ് എക്സാം പോയി. എന്നാലും ഞാൻ തിരിച്ച് ഉടഞ്ഞ തന്നെ അവിടെ എല്ലാം പോയി നോക്കിയിട്ടും ആ ഉടമ്പടി കാശ് രൂപം കിട്ടിയില്ല. പിന്നെ ഞാൻ 3 ദിവസം എനിക്ക് 3-ൻ്റെ അന്ന് പിന്നെയും ഒരു എക്സാം അവിടെ ഉണ്ടായിരുന്നു. 3-ൻ്റെ അന്ന് പോയപ്പോഴും ഞാൻ കരഞ്ഞു. ഈ 3 ദിവസവും ഞാൻ ഉണ്ണാതെയോ ഉറങ്ങാതെയും കരഞ്ഞ് വിഷമിച്ച് നടന്നു. അമ്മയോട് പറഞ്ഞു, അമ്മേ കാശ് രൂപ നഷ്ടപ്പെട്ടാൽ എൻ്റെ ഉടമ്പടി നഷ്ടപ്പെട്ടതുപോലെയാണല്ലോ അമ്മേ. അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ആ കാശ് രൂപ ഒന്ന് തിരിച്ച് തന്നു തന്നെ ആവണം അമ്മയെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആ 3-ാമത്തെ ദിവസം അവിടെ എക്സാമിന് പോകുമ്പോൾ ഭയങ്കര മഴയാണ്. അവിടെ ഭയങ്കര മഴയുള്ള ഒരു ദിവസം ചെളിയെല്ലാം കിടന്ന് അവരവിടെ തൂത്ത് വൃത്തിയാക്കി എല്ലാം തീയെല്ലാം ഇട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ 2 വീലർ അവിടെ കൊണ്ട് വച്ചിട്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നോക്കിയതും ആദ്യം കണ്ടത് ഞാൻ ആ എൻ്റെ ഉടമ്പടി കാശ് രൂപ എൻ്റെ മുഖത്ത് ഒരു വെട്ടം പ്രകാശിക്കുന്നത് പോലെയാണ്. ഞാനാണെങ്കിൽ കാരണം ഞാൻ അവിടെ രണ്ടാമത് തിരിച്ചു വന്ന് നോക്കിയ സ്ഥലമാണ്. പിറ്റേന്ന് ഞാൻ പോയി നോക്കി കണ്ടില്ല. 3-ൻ്റെ അന്ന് പോയപ്പോഴത്തേക്കും ആ കാശ് രൂപ എൻ്റെ കയ്യിൽ തിരിച്ച് കിട്ടുകയും ഞാൻ അമ്മയ്ക്ക് കാരണം ആ പരീക്ഷാ ഹാളിൽ ഞാൻ 3-ാമത്തെ എക്സാമിന് കയറിയപ്പോൾ ആ കാശ് രൂപം കൊണ്ട് തന്നെയാണ് കയറിയത് ഞാൻ എക്സാമിന്. അത് 2-ാമത്തെ എൻ്റെ സാക്ഷ്യം. 3-ാമത്തേത് ഞാൻ എപ്പോഴും അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുമായിരുന്നു, അമ്മ എല്ലാവർക്കും കാശ് രൂപവും അമ്മയുടെ എന്തെങ്കിലും വസ്തുക്കൾ കളഞ്ഞു കിട്ടുമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് മാത്രം ഒന്നും കളഞ്ഞു കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ കൊച്ചുമോൾക്ക് ഭയങ്കര വിശ്വാസമാണ്. അവൾക്കെങ്കിലും ഒരു കുഞ്ഞ് കാശ് രൂപം കളഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. ഈ ഓണത്തിന് മോൾ എക്സാമിന് പോയിട്ട് വന്നപ്പോൾ വേനിലാണ് പോണത്. ഞങ്ങൾ തിരുവനന്തപുരം കാരക്കമണ്ഡപത്താണ് താമസിക്കുന്നത്. ആ വേനിൽ നിന്ന് എൻ്റെ മോൾക്ക് കിട്ടിയ ഒരു കാശ് രൂപമാണ് ഇത്. കാരണം ഒരു ഉടമ്പടി കാശ് രൂപമാണ്. പക്ഷേ ഞാൻ അപ്പോൾ മോളെടുത്ത് പറഞ്ഞു, മോളെ ഇത് ഏതോ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മ അവരുടെ കയ്യിലിട്ട് കൊടുത്തതാണ് എക്സാമിന്. അത് മോൾ എന്തായാലും വേനിൽ പോയി തിരിച്ച് കേൾക്കണം എല്ലാവരോടും. അവളെല്ലാവരോടും ചോദിച്ചു ഇത് ആരുടെയെങ്കിലും കാശ് രൂപം എന്തെങ്കിലും കളഞ്ഞിട്ടുണ്ടോ, കൃപാസനത്തിലെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഇതുവരെയും ആരും വന്നിട്ടില്ല. പക്ഷേ എന്തായാലും ആ ഒരു കാശ് രൂപം നഷ്ടപ്പെട്ടതിൻ്റെ വേദന എന്താണെന്നുള്ളത് എനിക്കറിയാം. ഇത് വഴിയെങ്കിലും ആരെങ്കിലും ഈ കാശ് രൂപത്തിന് അവിടെ ഉണ്ടെങ്കിൽ അജിത് ട്രാവൽസ് എന്ന് പറഞ്ഞൊരു ട്രാവൽസിൽ നിന്നാണ് ഞങ്ങൾക്കിത് കിട്ടിയത്. അവരാരെങ്കിലും വന്നാൽ ഞാൻ തിരിച്ച് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും. എൻ്റെ കാശ് രൂപം അല്ല, ഇത് വേറെ ആളുടേതാണ്.
അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് കാണുകയാണെങ്കിൽ ഇത് തിരിച്ച് ഞാൻ കൊടുക്കും അവർക്ക്. ദേശീയ പ്രവർത്തനം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവന്ന പത്രങ്ങളെല്ലാം എല്ലാവർക്കും ഞാനും എൻ്റെ ഇളയ ആളും കൂടെ 2 വീലറിൽ കൊണ്ട് ബസ് സ്റ്റോപ്പിൽ, പള്ളിയുടെ നടയിൽ, അല്ലാതെ എവിടെയെങ്കിലും റോഡിൽ എല്ലാവരും നിൽക്കുന്ന എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു വിശേഷവും ഞങ്ങൾ വീട്ടിൽ ആഘോഷിക്കാറില്ല. കാരണം ഒരു ബർത്ത്ഡേ വന്നാലോ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വന്നാലോ എന്ത് വിശേഷം വന്നാലും ഞങ്ങൾ അനാഥാലയത്തിൽ കൊണ്ടുവന്ന് ഫുഡ് കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നെ രാവിലെ ചേട്ടൻ പോകുമ്പോഴേ എനിക്ക് പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ ഒരു പൊതി ചോറോ എന്തെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ പുള്ളി പുറത്തുനിന്നെങ്കിലും വാങ്ങി ആർക്കെങ്കിലും ഒരു പൊതി ചോറോ എന്തെങ്കിലും ഫുഡോ അല്ലെങ്കിൽ ഞങ്ങൾ ഇത് കൊടുക്കാറുണ്ട്. പിന്നെ സുഖമില്ലാതെ കിടക്കുന്നവർക്ക് വേണ്ടി 1 രൂപയെങ്കിലും എന്നെ കൊണ്ടാകുന്നത് ഞാൻ സഹായം ചെയ്യാറുണ്ട്. ഇവിടെ നിന്ന് തന്നെ കൃപാസനത്തിൽ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ഉടമ്പടി എടുത്ത കുറേ ആൾക്കാരുമായിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് വഴി സഹായങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങളെ കൊണ്ടാകുന്ന എല്ലാവരും ഞങ്ങൾ ഒരു തുക ചെയ്ത് വിചാരിച്ച് എല്ലാവരും കൂടെ കൊണ്ടുവന്ന് അവർ തന്നെയാണ് കൊണ്ട് കൊടുക്കാനും ഡ്രസ്സോ ആഹാരമോ എന്താണെന്ന് വെച്ചാൽ അവരത് ചെയ്യാറുണ്ട്. പിന്നെ എന്നും പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ജപമാല എന്തെന്ന് പോലും അറിയാത്ത ഞാനിപ്പം ജപമാല എടുക്കണുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, 2 നേരം പ്രാർത്ഥനയുണ്ട്, അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട് ചൊവ്വാഴ്ച. എല്ലാം എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ എല്ലാം ചെയ്യാറുമുണ്ട്, പ്രാർത്ഥിക്കാറും എല്ലാം ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരണത് മായ എന്ന് പറയുന്ന ഒരു ചേച്ചി പരിചയപ്പെടുത്തിയിട്ടാണ്. അത് ഞാൻ പറയുന്നില്ല, കാരണം അവർ പറഞ്ഞ് എൻ്റെ മനസ്സിനകത്ത് ഇവിടെ വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാൻ സ്വപ്നത്തിൽ ഒരു പള്ളി സ്വപ്നം കാണുകയാണ്. പള്ളി വന്നപ്പോഴത്തേക്കും നല്ല മാല റോഡിൽ ഇങ്ങനെ ഞങ്ങൾ കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അയ്യോ ഒരു പള്ളിയുണ്ട് നമുക്ക് തൊഴാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നപ്പോൾ 2 സൈഡിലും മാലാകന്മാരെ പോലെ കുഞ്ഞ് പിള്ളേർ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അകത്തോട്ട് കയറാൻ വന്നപ്പോൾ ഭയങ്കര തിരക്ക് കാരണം ഞങ്ങൾക്ക് അകത്തോട്ട് കയറാം. അപ്പം എന്നോട് ഒരാൾ പറയുന്ന മോളെ ഇന്ന് ഭയങ്കര തിരക്കാണ്, നിങ്ങൾ പോയാലും അകത്തോട്ട് കയറി നിങ്ങൾക്ക് തൊഴാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടു. അപ്പം ഞങ്ങൾ അന്ന് എനിക്ക് വന്ന് ഞാൻ അകത്ത് എങ്ങനെയെങ്കിലും ഇടിച്ച് കയറിയെങ്കിലും ഞാൻ മാതാവിനെ എനിക്ക് കാണാൻ പറ്റാതെ ഞാൻ തിരിച്ച് വിഷമത്തിൽ പോയി ഞാൻ പുറത്തുള്ള ഒരു മാതാവിനെ തൊഴിച്ചു വന്നു. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇവിടെ വരണമെന്നുള്ളത്. അങ്ങനെ വന്ന് അവസാനം ഞാൻ ഒരു ദിവസം ഇവിടെ വന്നപ്പോഴും ഒരു സൺഡേ ആണ് വന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ എങ്ങനെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര ആൾ. പക്ഷെ അന്ന് ഞാൻ ആ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയും ഞാൻ സ്വപ്നത്തിൽ കണ്ട പള്ളിയാണെന്ന് പറയുന്നത്. അപ്പോൾ പുറത്തിരിക്കുന്ന ഒരു മാതാവാണ് യഥാർത്ഥത്തിൽ മാതാവെന്നാണ് ഞാൻ വിചാരിച്ചത്. അവിടെ എല്ലാം തൊഴുതിട്ട് ഇവിടെയൊക്കെ വന്നെങ്കിലും ഇവിടെ അന്ന് ധ്യാനം ഉള്ളത് കൊണ്ട് ഭയങ്കര ആളായിരുന്നു. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ എന്താണെന്ന്. അപ്പം ഞാൻ അങ്ങ് വീട്ടിൽ പോയി. 3-ന്റെ അന്നാണ് ഞാൻ അറിയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ മാതാവിനെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ സ്വപ്നത്തിലും മാതാവിനെ കണ്ടില്ല. അപ്പോൾ സ്വപ്നത്തിൽ വന്നതും ഞാൻ യഥാർത്ഥത്തിൽ ആദ്യം വരുമ്പോൾ മാതാവിനെ കാണില്ല എന്നായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. രണ്ടാമത് ഞാൻ പിന്നെ 1 മാസം കഴിഞ്ഞാണ് വന്നപ്പോഴാണ് ഞാൻ മാതാവിനെ കാണുന്നത്. എൻ്റെ 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇവിടുത്തെ മാതാവിനെയും ഈശോയെയും എല്ലാവരെയും കാണുന്നത്. പിന്നെ എനിക്ക് ഒരു 11 വർഷമായിട്ട് എൻ്റെ 2 കാലും ഉറങ്ങാൻ പറ്റില്ല, ഭയങ്കര കോച്ചി പിടിക്കാൻ കാരണം ഉറക്കത്തിൽ എണീച്ചിരുന്ന ഭയങ്കര കരച്ചിലാണ് ഞാൻ. ഭയങ്കര കരച്ചിൽ, നല്ല വേദനയാണ് കാല് കോച്ചി പിടിച്ച്. എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ടൂറൊക്കെ പോകുമ്പോഴേ പോകാൻ പറ്റില്ല, കാരണം അത്രയും കാല് കോച്ചി പിടിക്കുക, തണുപ്പൊന്നും അടിക്കാൻ പറ്റില്ല. എപ്പോഴും കാലിൽ മരുന്നിട്ടിരിക്കണം, അല്ലെങ്കിൽ സോക്സ് ഇടണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഉടമ്പടി തൈലം കൊണ്ട് എൻ്റെ കാലിൽ പറഞ്ഞിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ എത്ര ദിവസം കൊണ്ട് രാത്രി ഒന്ന് ഉറങ്ങിയിട്ട് നല്ലതായിട്ട്, അതുകൊണ്ട് എനിക്ക് ഒന്ന് ഉറങ്ങണോ അമ്മേ, ഈ അസുഖം ഒന്ന് മാറ്റി തരുമോ എന്ന് ചോദിച്ച് ഉടമ്പടി തൈലം എന്നും ഇടാറുണ്ടായിരുന്നു. അങ്ങനെ ഇട്ട് 6 മാസമായിട്ട് ഞാൻ ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എത്ര തണുപ്പിൽ നിന്നാലും കുഴപ്പമില്ല, രാത്രി കാല് മൂടാറില്ല. ഞങ്ങളിപ്പോൾ ഓണത്തിന് തന്നെ ഞാൻ എവിടെ തണുപ്പത്തെല്ലാം പോയിട്ട് പോലും എനിക്ക് കാല് കോച്ചി പിടിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഈ ഒരു കാലിൽ കോച്ചി പിടിക്കലും മാറ്റി തന്നതിന് അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദിയുണ്ട്. ഈ അൾത്താരയിൽ കയറി നിൽക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിച്ചതിലും അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദി പറയുന്നു, ഞാനും എൻ്റെ കുടുംബവും. അവിടുന്ന് എൻ്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. സങ്കീർത്തനം 63 7-8 വചനമാണിത്. അങ്ങയുടെ ചിറകിൻ കീഴിൽ എന്നെ താങ്ങി നിർത്തുന്നു. ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അമ്മ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ മറക്കാത്ത സ്നേഹം കൊണ്ട്, കരുതൽ കൊണ്ട് കൂടെ ചേർത്ത് പിടിക്കുന്നത് പോലെയാണ് ഈശോയും അമ്മയും ഉടമ്പടി മക്കളെ ജീവിതത്തിൽ അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. ലതാകുമാരി എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നതും അതുതന്നെയാണ്. ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ അനുഗ്രഹമാണ്. കൃപാസനം പള്ളിയിൽ വന്നപ്പോൾ ആദ്യമായി ഉണ്ടായിരുന്ന സ്വപ്നവും പിന്നെ വന്ന് കണ്ടതും
മൂത്ത മകളുടെ വിവാഹം അതൊരു സ്വപ്നമായിരുന്നു. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയത്താണ് 5 സെൻറ്റ് സ്ഥലം വിൽക്കുവാനായിട്ട് 8 വർഷമായി കാത്തിരുന്നു. ഉടമ്പടി എടുത്ത ഉടനടി ഇവരുടെ ജീവിതത്തിലേക്ക് ആ വിൽപ്പന ആയിട്ട് ആളുകൾ പല വ്യക്തികളും വരുവാനായിട്ട് സാധിച്ചു. അതിന് പെട്ടെന്ന് വിൽക്കുവാനും മകളുടെ വിവാഹം നല്ല രീതിയിൽ നടത്തുവാനും പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഭംഗിയായിട്ട് എന്നാണ് ഈ മകൾ നമ്മളോട് ഷെയർ ചെയ്തത്. പിന്നെയാണ് വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു പാമ്പിൻ്റെ ശല്യം, അതും കാലിൻ്റെ അടിയിൽ ഒരൊറ്റടി മുറുക്കൻ പാമ്പായിരുന്നു. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടായിരുന്നു. പക്ഷെങ്കിൽ എന്ത് സംഭവിക്കാമായിരുന്നു. അവിടെയും ഈശോയും അമ്മയും ഇവരെ കരുതലോടെ സംരക്ഷിക്കുകയായിരുന്നു. അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു, അങ്ങയുടെ ചിറകിൻ കീഴിലാണ് ഇവരെ സംരക്ഷിച്ചത്. അവിടെ നിന്നും ഈ മകൾക്ക് ഒരു വലിയൊരു സംരക്ഷണമാണ്. ഉടമ്പടി മക്കൾ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുമ്പോൾ ഈശോയും അമ്മയും ഇവരെ എപ്പോഴും താങ്ങി നിർത്തുന്നതായിട്ടാണ് നമ്മൾ ഓരോ സാക്ഷ്യങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഈ മകളുടെ കാശുരൂപം, മകൾക്കൊരാഗ്രഹമുണ്ടായിരുന്ന ഒരു കാശുരൂപം എന്തെങ്കിലും ഒന്ന് കിട്ടണമേ എന്ന്. അതൊരു ഉടമ്പടി കാശുരൂപം അമ്മ പരീക്ഷയ്ക്ക് പോയപ്പോൾ ഈ മകളുടെ കയ്യിൽ കൊടുക്കുകയായിരുന്നു. പിന്നെ ഈ മകൾ പ്രാർത്ഥിച്ചത് രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. കാല് കോച്ചിയുള്ള ഒരു ഭയങ്കര ഒരു വേദന, 11 വർഷത്തോളം ഈ മകൾ ആ വേദനയിൽ ബുദ്ധിമുട്ടി. പിന്നീട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോഴാണ് ഇവർക്ക് ആ വേദനയിൽ നിന്ന് ഒരു വലിയൊരു രോഗസൗഖ്യം ഈശോയും അമ്മയും കൊടുത്തത്. ഈശോ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഈശോയും അമ്മയും അവിടെ ചിറകിൻ കീഴിലാണ് നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത്. നമ്മൾ അവരോട് ചേർന്ന് നിന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ ഭക്തിയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ലതാകുമാരിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.